കോട്ടയം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥികളെ കടിച്ച തെരുവ് നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. നായയുടെ ജഡം തിരുവല്ലയിലെ ലാബിൽ എത്തിച്ചു നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ മെൻസ് ഹോസ്റ്റലിൽ താമസിക്കുന്ന 6 വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ ദിവസമാണ് കടിയേറ്റത്. ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ് നമ്മളോടൊപ്പം. ശ്യാമി, വിദ്യാർത്ഥികൾക്ക് കടിയേൽക്കുന്നു, അതിന് പിന്നാലെ നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുന്നു എന്ന് പറയുന്നത് ആശങ്കയുള്ള ഒരു സാഹചര്യമാണ്. വിദ്യാർത്ഥികൾ നിരീക്ഷണത്തിൽ തുടരുകയാണോ? മധു, കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഈ ബുധനാഴ്ചയുമായിട്ടാണ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന മെൻസ് ഹോസ്റ്റലിലെ കുട്ടികൾക്കാണ് ഈ കടിയേറ്റത്. ഹോസ്റ്റലിൻ്റെ പരിസരത്ത് വെച്ചായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ടും ബുധനാഴ്ച രാവിലെയോടും കൂടി ഈ തെരുവുനായയുടെ കടിയേറ്റത്. അതിനുശേഷമാണ് ഈ നായയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്നാണ് തിരുവല്ലയിൽ അതിനെ പോസ്റ്റ്മോർട്ടം നടത്താനായി കൊണ്ടുപോവുകയും ഇന്നലെയോടുകൂടി തന്നെ ഇതിന് പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. നിലവിൽ 6 പേർക്കാണ് കടിയേറ്റിട്ടുള്ളത്. ഈ 6 പേരുടെയും ആരോഗ്യനില കുഴപ്പമില്ല. അവർക്ക് അപ്പോൾ തന്നെ വേണ്ട കുത്തിവയ്പ്പും മറ്റ് ശുശ്രൂഷകളും എടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ആശുപത്രിയിൽ ഇവർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ മെഡിക്കൽ കോളേജ് ഭാഗത്ത് നിരന്തരമായ ഇത്തരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നിരവധിയായിട്ടുള്ള രോഗികളും അതോടൊപ്പം തന്നെ കൂട്ടിരിപ്പുകാരും തൊട്ടപ്പുറത്ത് തന്നെ കുട്ടികളുടെ ആശുപത്രിയുണ്ട്. അവിടെയുമൊക്കെ വലിയ തോതിൽ ഈ തെരുവുനായ ശല്യമുണ്ട്. ഈ തെരുവുനായ ശല്യം ഉണ്ടായിട്ടും ഈ അധികൃതർ ഇത്തരത്തിൽ ഈ തെരുവുനായയെ പിടിക്കാനോ അല്ലെങ്കിൽ അതിന് മറ്റ് നടപടികൾ ചെയ്യാനോ ഒന്നും തന്നെ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിൽ അവിടെ താമസിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും മനസ്സിലാക്കുന്നത്. നിലവിൽ കടിയേറ്റിട്ടുള്ളത് 6 വിദ്യാർത്ഥികൾക്കാണ്. ഇവർ 6 പേരുടെയും ആരോഗ്യനില നിലവിൽ ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ശരി, വിദ്യാർത്ഥികൾക്ക് കടിയേറ്റതിനെ തുടർന്ന് നായ ചത്തുപോവുകയായിരുന്നു. അതിന്റെ മൃതദേഹം എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്.